പല രാജ്യങ്ങൾക്കുമേൽ തീരുവ ഉയർത്തിയതോടെ യുഎസിൽ കോടികളുടെ വരുമാനമുണ്ടായെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗോൾഡ്മാൻ സാക്സ് സിഇഒ ഡേവിഡ് സോളമനെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ വിമർശിച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബാങ്ക് നടത്തുന്നതിനു പകരം ഒരു DJ ആകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. യുഎസ് സമ്പദ് വ്യവസ്ഥയിലും വിപണികളിലും താരിഫുകളുടെ സ്വാധീനത്തെക്കുറിച്ച് സോളമനും ഗോൾഡ്മാൻ സാക്സും തെറ്റായ പ്രവചനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ താരിഫ് ഓഹരി വിപണിയെ ശക്തിപ്പെടുത്തുകയും ദേശീയ ട്രഷറി വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കോടികളുടെ വരുമാനവും ഉണ്ടായി എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ട്രംപ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ് ഈ വെളിപ്പെടുത്തലുകൾ എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ട്രംപിന്റെ തീരുവ പരീക്ഷണങ്ങൾ അമേരിക്കയെ വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്ന് വിവിധ പഠനങ്ങളും റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. വ്യാപാര പങ്കാളികളായ പല രാജ്യങ്ങൾക്കും ട്രംപ് ഉയർന്ന തീരുവയാണ് അടിച്ചു നൽകിയത്. ജൂലൈയിലെ വിലക്കയറ്റ തോതിലെ വർധന നാമമാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുപ്രകാരം 0.2% മാത്രമാണ് പണപ്പെരുപ്പത്തിലെ വർധന. 2025 രണ്ടാം പകുതിയിലാകും തീരുവയുടെ ആഘാതം പ്രതിഫലിച്ചു തുടങ്ങുക. മിക്ക രാജ്യത്തിനും ട്രംപ് ഉയർന്ന തീരുവ അടിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അമേരിക്കയിൽ വിലവർധന കാര്യമായി പ്രകടമായിട്ടില്ല. തീരുവ മുൻകൂട്ടി കണ്ട് കമ്പനികൾ ചരക്കുകൾ ശേഖരിച്ചതാണ് ഇതിന് കാരണമെന്നാണ് കരുതുന്നത്. അമേരിക്കയിലേക്ക് ഉൽപാദനം തിരികെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും ലക്ഷ്യമിട്ടാണ് ട്രംപ് തീരുവ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് വിവിധ സർവകലാശാലകളിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർമാരും ഗവേഷണ സംവിധാനങ്ങളും വിലയിരുത്തുന്നുണ്ട്. തൊഴിലധിഷ്ഠിത വ്യവസായങ്ങളിൽ മത്സരക്ഷമത നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നതാണ് ഇതിനു കാരണം. ഉയർന്ന ഇറക്കുമതി തീരുവയുടെ ആഘാതം അമേരിക്കൻ ജനങ്ങൾ തന്നെ നേരിടേണ്ടി വരും. ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ഉപഭോഗം കുറയ്ക്കും. ഇത് തൊഴിലവസരങ്ങളെ പിന്നോട്ടടിക്കാനാണ് സാധ്യത. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള വിപണിയിലെ ചലനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ നൽകും. ചില കണക്കുപ്രകാരം ഗാർഹിക ചെലവിൽ വർഷം ശരാശരി $2,400 വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ ചെരുപ്പുകൾ, ബാഗുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വില ഉയരും. വസ്ത്രങ്ങൾക്ക് 37% വരെ വില വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഉയർന്ന തീരുവയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി കുറഞ്ഞ തീരുവയുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയാൽ പോലും 20% വില വർധനവ് അനിവാര്യമാണെന്ന് കണക്കാക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ 3%, പുതിയ വാഹനങ്ങൾക്ക് 12% വരെയും വില വർധനയാണ് ബജറ്റ് ലാബ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ ജനത്തിന് ഏറെ ഇഷ്ടമുള്ള കാപ്പിക്ക് വരെ അധിക വില നൽകേണ്ടി വരും. അമേരിക്കയിലേക്ക് കാപ്പി എത്തുന്നത് ബ്രസീലിൽ നിന്നാണ്. ബ്രസീലിന് അമേരിക്ക ചുമത്തിയിരിക്കുന്ന 50% തീരുവയാണ്. അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ, ദക്ഷിണ കൊറിയ എന്നിവയ്ക്ക് 15% തീരുവ. കാനഡ, സ്വിറ്റ്സർലൻഡ്, ബ്രസീൽ, ഇന്ത്യ എന്നിവയ്ക്ക് 35% മുതൽ 50% വരെയാണ് തീരുവ. രാജ്യങ്ങൾ സ്വന്തം നിലയിൽ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ശരാശരി തീരുവ 15 മുതൽ 20% വരെയാകും. 2025 ജനുവരിയിൽ ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഇത് 3% മാത്രമായിരുന്നു. ഈ അധിക തീരുവയുടെ ഒരു ഭാഗം ഇറക്കുമതിക്കാരും റീറ്റെയിൽ കമ്പനികളും വഹിച്ചാലും വിപണിയിൽ വിലക്കയറ്റമായി പതിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മാന്ദ്യത്തിനുള്ള എല്ലാ സാധ്യതകളും ഉരുണ്ടുകൂടുന്നതായാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. വാൾമാർട്ട്, കോസ്റ്റ്കോ പോലുള്ള റീറ്റെയിൽ കമ്പനികൾ ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെയും വില ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ചൈനയ്ക്ക് 145% തീരുവ ചുമത്തിയത് അമേരിക്കയിലെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുടെ വിലയെ വരെ സ്വാധീനിക്കും. ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്കുള്ള കളിപ്പാട്ടങ്ങളുടെ 75% കയറ്റുമതി. ഇന്ത്യയുടെ 6,000 കോടി രൂപ വരുന്ന കളിപ്പാട്ട കയറ്റുമതിയുടെ 40%-ലധികവും അമേരിക്കയിലേക്കാണ്. അതേസമയം അമേരിക്ക മത്സ്യോൽപ്പന്നങ്ങൾക്കുള്ള തീരുവ വർദ്ധിപ്പിച്ചതോടെ കേരളത്തിലെ മത്സ്യമേഖല കടുത്ത പ്രതിസന്ധിയിലുമാണ്. പ്രതിസന്ധി മറികടക്കാൻ പുതിയ വിദേശ വിപണികൾ കണ്ടെത്താനും ആഭ്യന്തര വിപണി വികസിപ്പിക്കാനും അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് മത്സ്യമേഖല. കേരളത്തിന്റെ മത്സ്യ സംസ്കരണ കയറ്റുമതി മേഖലയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് കൊച്ചി, അരൂർ പ്രദേശങ്ങൾ. 1,00,000-ലധികം പേർ മത്സ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ തൊഴിലാളികൾക്ക് അമേരിക്കൻ തീരുവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് കേരള മത്സ്യമേഖല സംരക്ഷണ സമിതി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്ന് കുത്തനെയുള്ള താരിഫ് ഏർപ്പെടുത്തിയത്.
ഓട്ടോ പാർട്സ്, തുണിത്തരങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ആഭരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ ശ്രേണിയിലുള്ള ഇന്ത്യൻ കയറ്റുമതികൾക്ക് US താരിഫ് ഇപ്പോൾ 50%. ഈ താരിഫുകൾ ആരോഗ്യ സംരക്ഷണ വിതരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ $86 മുതൽ $88 ബില്യൺ വാർഷിക കയറ്റുമതി വിപണികളെ കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ GDP വളർച്ചയിൽ 1% പോയിന്റ് കുറയ്ക്കുന്നതിനും ഭീഷണിയാകുന്നുണ്ട്.